ഹായ്! എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ വീഡിയോ എന്നില്ലേ? എല്ലാവരും ചോദിച്ച ചോദ്യത്തിനുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ട്ടോ ഇത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ. നമ്മളിതേ ഇവിടെ അച്ഛനെ തന്നെയാക്കിയിട്ടാണ് പോണത് ട്ടാ. അച്ഛന് വയ്യാത്ത കാരണം അച്ഛന് നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. അപ്പൊ നമ്മളിതേ നല്ല പുലർച്ചയ്ക്ക് ഇവിടുന്ന് പോവാണ് ട്ടാ. നമ്മളിവിടുന്ന് പോകുമ്പോ തന്നെ പിറ്റേ ദിവസമേ വരുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ട്ടാ പോണത്. പക്ഷെ ഇവിടെ അച്ഛൻ തന്നെയാണല്ലോ. അപ്പൊ രാത്രി കിടക്കാനായിട്ട് നമ്മുടെ തെക്കുംപാടത്തുനിന്ന് അമ്മയും അച്ഛനും വരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിലാണ് ട്ടാ പോണത്. നമ്മൾ ഇവിടുന്ന് പോയപ്പോ ഒരു പുലർച്ചെ 4 മണിയായപ്പോ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. നമ്മളുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എരുമനാട് എന്നാണ്. പക്ഷെ എരുമമാട് എന്നാണ് കറക്റ്റ്ന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ് ട്ടോ. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ചെറിയൊരു അക്ഷര പിശകാണ്. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കട്ടാ. കറക്റ്റ് സ്ഥലം എരുമമാട് എന്നാണ് ട്ടാ. ഞാൻ പിന്നെ അടിച്ചു നോക്കി ലൊക്കേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്ടാ. നമ്മളവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങോട്ട് തെറ്റിപ്പോയതാണ്. അതാരും വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട ട്ടോ. അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടാ. നമ്മള് പുലർച്ചയ്ക്ക് പോകുന്നത് കാരണം വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇരുട്ടല്ലേ. അപ്പൊ നമ്മൾ ഇത്തിരി നേരം വെളുത്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഞാൻ സുഖമായിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയിട്ടാ. എനിക്ക് എപ്പോഴും ഉറക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ചീത്തയും കേട്ടു. പക്ഷെ നമ്മളത് വലിയ കാര്യമാക്കാറില്ല. എപ്പോ വണ്ടിയിൽ കയറിയാലും നമ്മൾക്ക് ഇത്തിരി ഉറക്കം പതിവാണ്. പിന്നെ ഇത്രയും ലോങ് യാത്രയല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഉറങ്ങിപ്പോവല്ലോ. എന്നെ പോലെ വണ്ടിയിൽ കയറുമ്പോഴത്തേക്കും ഉറങ്ങി പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തോളൂ ട്ടോ. നമ്മളപ്പോ പറഞ്ഞു വന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ട്ടോ വരണത്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്റെ വീട് എവിടെയാണെന്ന്. എന്റെ വീട് തൃശ്ശൂര് പട്ടിക്കാടാണ് ട്ടോ എന്റെ വീട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം വേറെ ഉള്ളത് കൊണ്ട് തെറ്റിപ്പോവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പീച്ചി തൃശ്ശൂർ എന്ന് പറയാറുള്ളത് ട്ടോ. അപ്പൊ ദേ നമ്മള് തൃശ്ശൂരിൽ നിന്നാണ് വരണത്. നമ്മൾ ഇത്രയും വഴി പോവാന്ന് പറയുമ്പോ തന്നെ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ എല്ലാവരും ചോദിച്ച ആ ലൊക്കേഷനിലുള്ള സ്ഥലം ദേ ഇതാണ് ട്ടോ. നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് കണ്ണം വൈദ്യരാണ്. ഇവിടെ ഒരുപാട് പേരിന്ന് വന്നിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ട്ടോ വന്നേക്കണത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മരുന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞങ്ങളിപ്പോ ഇവിടെ എന്തിനാണ് വന്നേക്കണേന്ന്. പക്ഷെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ഒന്നും കൂടെ പറയണത്. ഞങ്ങൾ ഇവിടെ വന്നേക്കണത് അമ്മയ്ക്ക് കൈക്ക് ഷോൾഡർ വേദനയായിട്ടാണ് വന്നേക്കണത്. എനിക്ക് കാലിന് മുട്ടിന് വേദനയുണ്ട്. അപ്പൊ നമ്മളിവിടെ പച്ചമരുന്ന് വെച്ച് കെട്ടാനായിട്ടാണ് വന്നേക്കണത്. ഇവിടെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയാണ് ട്ടോ ഉള്ളത്. നമ്മളുടെ കയ്യോ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് വെച്ച് കെട്ടി 7-ാം ദിവസം നമ്മളുടെ എല്ല് ജോയിന്റ് ആവുന്നാണ് ഇവിടെയുള്ളവർ പറയണത് ട്ടോ. പക്ഷെ സത്യമാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതിന്റെ അനുഭവം ഉണ്ട് ട്ടോ. ഒടിവ്, ചതവ്, കയ്യിന് കാലിന് വേദന, ഷോൾഡർ വേദന, എല്ല് തേയ്മാനം, മുട്ടിന് വേദന അങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും ഈ ഒരു മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖാവും ട്ടോ. ഇവിടെ നമ്മൾ മരുന്ന് കഴിച്ച് വയ്യാണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മരുന്ന് വെച്ച് കെട്ടുക. പിന്നെ അതിലേക്ക് 7 ദിവസം ഒഴിക്കാനായിട്ട് അവിടുന്ന് ഒരു എണ്ണ തരും. ആ എണ്ണ നമ്മൾ 7 ദിവസം 2 നേരമോ 3 നേരമോ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഈ കെട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. മരുന്നൊന്നും നമുക്ക് കഴിക്കാനില്ല. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്. പിന്നെ 7 ദിവസം നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഈ മരുന്ന് കെട്ടിയിട്ടുള്ളത് പോകും. അതുകൊണ്ട് കുളിക്കാൻ പാടില്ല. പിന്നെ നമ്മൾക്ക് ഈ മരുന്ന് വെച്ച് കെട്ടുമ്പോൾ ഇറച്ചി മീനും പുളിയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് ഇട്ട് തരുമോ, നമ്പർ തരുമോ, അവിടെ ഡോക്ടർക്ക് ഫീസ് എത്രയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഞാൻ ദേ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ലൊക്കേഷൻ അയച്ചു തരും. പിന്നെ നമ്മൾ വൈദ്യരെ കാണുന്നതിന് മുമ്പ് വൈദ്യർക്ക് നമ്മളുടെ എവിടെയാണോ വേദന ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒടിവോ ചതവോ എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ എക്സ്റേ എടുത്തതിന്റെ കോപ്പി ഒന്ന് വാട്സപ്പ് വഴി വൈദ്യർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യർ അത് നോക്കിയിട്ട് കുഴപ്പമില്ല നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അത് മാറ്റി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അല്ലാത്തവരോട് ചിലപ്പോൾ വരണ്ടാന്ന് പറയും. ഇപ്പൊ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് പച്ചമരുന്ന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മരുന്നിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് പേരെ മാത്രമേ ഇപ്പൊ അവിടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത്രയും ദൂരം നമ്മൾ പോയിട്ട് നമുക്ക് മരുന്ന് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിളിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഇവിടെ മരുന്നിന് എത്രയാണ് പൈസ എന്ന് എല്ലാവരും ചോദിച്ചതല്ലേ. ഇവിടെ മരുന്നിന് അധികം പൈസയൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഈ പച്ചമരുന്ന് വെച്ച് കെട്ടിത്തരുന്നതിന് കൂടി വന്നു കഴിഞ്ഞാൽ 1000-ന് താഴെ വരുള്ളൂ. അത് നമ്മളുടെ എവിടെയാണോ കെട്ടുന്നതിന് ആ കെട്ടുന്ന വലിപ്പത്തിനനുസരിച്ചിരിക്കും പൈസ. എന്തായാലും 1000-ന് താഴെ വരുള്ളൂ കേട്ടോ. പിന്നെ കെട്ടിന്റെ ഉള്ളിൽ ഒഴിക്കാനുള്ള എണ്ണയ്ക്ക് 400 രൂപയാണ് 1 ലിറ്ററിന് വരുന്നത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും ഇതൊരു പ്രമോഷൻ വീഡിയോ ആണെന്ന്. ഇതൊരിക്കലും ഒരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ.
നമ്മളിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് മുട്ടിന് വേദനയായിട്ട് ഇതുപോലെ നമ്മൾ മരുന്നൊക്കെ വെച്ച് കെട്ടി മാറിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നത് ട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ വൈദ്യര് പറഞ്ഞത് വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മരുന്ന് തീരെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ മടക്കി വിടാനും പറ്റില്ല. ഞാൻ എന്തായാലും വൈദ്യരോട് പറഞ്ഞിട്ടുണ്ടായി എന്തായാലും ഞാൻ വീഡിയോ ഇടും. പക്ഷേ നമുക്ക് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഒന്ന് ലൊക്കേഷൻ പറയോ ഒന്ന് നമ്പർ പറഞ്ഞു തായോന്ന്. അപ്പൊ ദേ നമ്മള് നമ്പറും തന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ലൊക്കേഷൻ ഇട്ട് തരും. സ്ഥലം എരുമമാടാണ് ട്ടാ. അപ്പൊ ദേ നമ്മള് ഒരു ചെറിയ ടൂർ പോലെയാണ് ട്ടാ വന്നേക്കണത്. നമ്മള് അന്നത്തെ ദിവസം അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് പോണത് ട്ടാ. നമുക്ക് അന്ന് തന്നെ പോയി കഴിഞ്ഞാലേ ശരിയാവില്ലാന്ന് തോന്നി. നമ്മള് മുമ്പ് ഇതുപോലെ വന്നപ്പോ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോ നമ്മള് അന്ന് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മള് ആ കെട്ടിയ മരുന്നിന്റെ നീരൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നീര് മുഴുവൻ നമ്മുടെ മേത്ത് വലിച്ചാലാണ് നമുക്ക് ശരിക്കും അതങ്ങട് ഭേദാവുള്ളൂ. അപ്പൊ പിന്നത്തെ പ്രാവശ്യം ഞങ്ങള് വന്നപ്പോ റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ടാണ് പോയത്. നമ്മളിപ്പോ വൈദ്യരെ കാണാൻ വരുന്നത് ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് ട്ടാ. ഈ പ്രാവശ്യം വന്നപ്പോഴും ദേ നമ്മള് റൂമൊക്കെ എടുത്ത് ഇവിടെ താമസിച്ചിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ട്ടാ. നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാനൊക്കെ ഉണ്ട്. നമ്മൾക്ക് പക്ഷേ ഈ മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ എവിടേക്കും പുറത്തേക്കൊന്നും പോയില്ല ട്ടാ. റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക ചെയ്തത്. നമുക്കധികം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മരുന്നൊക്കെ ഒലിച്ചു പോവില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് കുറെ നേരം അവിടെ വിശ്രമിച്ച് രാത്രി അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു ട്ടാ. നമുക്ക് പക്ഷേ മരുന്ന് വെച്ച് കെട്ടിയുള്ള കാരണം ഈ വക ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അച്ഛനും മക്കളൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനും അമ്മയും നല്ല ഊണൊക്കെ മേടിച്ച് കഴിച്ചു ട്ടാ. അങ്ങനെ ഞങ്ങള് പുലർച്ചയ്ക്ക് തന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. എല്ലാവരും ചോദിച്ചതുപോലെ നമ്മൾക്ക് ഇവിടെ മരുന്നിന് വലിയ ചെലവൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ എത്തിപ്പെടാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് ട്ടാ. ഇത്രയും ലോങ് വഴി ഏട്ടൻ വണ്ടി ഓടിച്ച് വന്നതിന് ഞാൻ ഏട്ടനെ സമ്മതിച്ചേക്കാണ് ട്ടാ. പക്ഷെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ നല്ല രസമാണ് ട്ടാ. നമുക്ക് പറയാൻ രസമാണ്. പക്ഷെ ഏട്ടന് ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾക്കുണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മള് ഒരിക്കലും ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ നൈറ്റ് യാത്ര ചെയ്യരുത് ട്ടോ. ആനകളുടെ ശല്യമുണ്ട്. ആന ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്. നമ്മൾ ഈ വഴിക്ക് രാത്രി ആയാലും പുലർച്ചയ്ക്ക് ഒരു 8 മണി കഴിയാണ്ട് നമ്മൾ ഈ വഴിക്ക് വണ്ടിയും കൊണ്ട് പോകരുത്. ആനകളുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. അത് ഞാൻ പ്രത്യേകം പറയാണ്. അപ്പൊ നമ്മളിതേ അങ്ങനെ തിരിച്ചു പോന്നു ട്ടാ. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചത് എരുമമാടുന്നാണ് ട്ടാ. പിന്നെ നമ്മൾ ചുരം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ മസാല ദോശയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ട്ടാ. അപ്പൊ നമ്മൾക്ക് നല്ലൊരു യാത്രയായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ദേ ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് വൈദ്യരെ ഒന്ന് കാണുന്നത് നല്ലതാണ് ട്ടാ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.